ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकम्। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा कृष्ण दीनबन्धो जगत्पदे गोपेश गोपिका कान्त गोपी राधा कान्ता नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष धन्यवादी पश्चात् देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत्। ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 10 22ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വേദാനാം സാമവേദോസ്മി ദേവാനാം അസ്മി വാസവ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാം അസ്മി ചേതന. വേദാനാം സാമവേദോസ്മി ദേവാനാം അസ്മി വാസവ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാം അസ്മി ചേതന. കേസ്മി മാതാജി. हरे कृष्णा। वेदानां सामवेदोऽस्मि देवानामस्मि वासवः इन्द्रियाणां मनश्चस्मि भूतानामस्मि चेतना। वेरी गुड। रूपेश्वरी माताजी. हरे कृष्ण प्रभु जी। वेदानां सामवेदोऽस्मि देवानामस्मि वासवाम् इन्द्रियाणां मनश्चास्मि भूतानामस्मि चेतना। उत्तम भक्ति माताजी. हरे कृष्ण प्रभु जी। वेदानां सामवेदास्मि देवानास्मि वासवः इन्द्रियाणां मनश्चास्मि भूतानामस्ति चेतना। वेरी गुड। बबीता माताजी. हरे कृष्ण। वेदानां सामवेदोऽस्मि देवानाम् अस्मि वासवः इन्द्रियाणां मनश्चास्मि भूतानाम् अस्मि चेतनः. വെരി ഗുഡ്. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ മലയാളത്തിലുണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ പ്രഭുജി. വേദങ്ങളിൽ സാമവേദവും ദേവന്മാരിൽ ഇന്ദ്രനും ഇന്ദ്രിയങ്ങളിൽ മനസ്സും ജീവഗണങ്ങളിൽ ജീവചൈതന്യവുമാണ് ഞാൻ. ജീവചൈതന്യം മീൻസ് അവബോധം. ഹരേ കൃഷ്ണ പ്രഭുജി. Of the Vedas, I am the Samaveda. Of the demigods, I am Indra, the king of heaven. Of the senses, I am the mind. And in living beings, I am the living force consciousness. വേദങ്ങളിൽ സാമ, ഋക്, സാമ, യജുർ, അഥർവ ഈ 4 വേദങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ വേദമാണ് സാമവേദം. ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്ന എല്ലാം ഒരു പെർട്ടിക്കുലർ മീറ്ററിലും പെർട്ടിക്കുലർ ട്യൂണിലും ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ മിക്കതും സാമവേദത്തിൽ. അപ്പോൾ ആ സാമവേദമാണ് ഞാൻ എന്ന് ഭഗവാൻ പറയുന്നത്. ഡെമിഗോഡ്സിൽ ദേവഗണങ്ങളിൽ ഇന്ദ്രനാണ് കിങ് ഓഫ് ഓൾ ദ ദേവാസ്, ദ കിങ് ഓഫ് ഹെവൻ. ഓഫ് ദ സെൻസസ് ആൻഡ് ദ മൈൻഡ്, ഇന്ദ്രിയങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട എന്നാണ് മനസ്സ്. ആൻഡ് ഇൻ ലിവിങ് ബീങ്സ് ഐ ആം ദ ലിവിങ് ഫോഴ്സ്, അത് കോൺഷ്യസ്നസ്, അവബോധം. ഇതെല്ലാം എല്ലാ ശ്രേഷ്ഠമായിട്ടുള്ള അതും ഭഗവാൻ എന്നാണ് ചുരുക്കത്തിൽ പറയാണ്. അപ്പോ ഇന്ദ്രൻ കിങ് ഓഫ് ഹെവൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോ ഇവരെല്ലാം ഈ 8 പ്രധാനപ്പെട്ട ദേവന്മാരാണ്. അതിൻ്റെ എല്ലാം ആരാണ്? അധിപൻ ഇന്ദ്രനാണ്.
ഇതിൽ ആരൊക്കെ വരുമ്പോ 8 പ്രധാനപ്പെട്ടത്? ആരൊക്കെ? വായു, അഗ്നി, അല്ലെ? ജലം, അതായത് വരുണൻ, വായുദേവൻ, അഗ്നിദേവൻ, വരുണൻ, സൂര്യൻ, ചന്ദ്രൻ, ഇന്ദ്രൻ, പിന്നെ ആരാണ്? രണ്ടുപേരും കൂടിയിട്ട് കുബേരൻ, ഒരാളും കൂടിയാണ്. അങ്ങനെ 8 പേര് മെയിൻ ആയിട്ടുള്ളത്. ഇവരുടെയൊക്കെ അധീപനാണ് ആര്? ഇന്ദ്രൻ. അപ്പോ ഇവരെല്ലാം, ഇവരുടെ ലൈഫ് സ്പാൻ എത്രയെന്ന് അറിയോ ആർക്കെങ്കിലും? ഇവരുടെ ലൈഫ് സ്പാൻ അറിയോ? പ്രധാനപ്പെട്ട 33 മുക്കോടി ദേവി ദേവതമാരുണ്ടെന്ന് പറയാം. പക്ഷെ ഇതൊക്കെ നമ്മുടെ എല്ലാം യൂണിവേഴ്സൽ അഫയേഴ്സ് മാനേജ് ചെയ്യുന്ന ഈ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഇവരെല്ലാം ഭഗവാന്റെ കോൺഫിഡൻഷ്യൽ അസോസിയേറ്റ്സ് ആണ്, എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആണ്. ഇവരെല്ലാരും സകാമ ഭക്തന്മാരുമാണ്. ഇവരുടെ ലൈഫ് സ്പാൻ എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? 10,000 years. 10,000 yearsോ? അതാണ് പറഞ്ഞ്? It's 10,000 human years. അല്ല. വേറെ വല്ല ഗസും? സിമി മാതാജി, അർച്ചന മാതാജി, രൂപേശ്വരി മാതാജി. അവരുടെ 100 വർഷമായിരിക്കില്ലേ പ്രഭുജി? അറിയില്ല. എന്നാ അവരുടെ 100 വർഷം എന്താണെന്ന് ചോദിക്കുന്നത്. എല്ലാവരും ഒരു ഉറുമ്പും 100 വർഷം, ഒരു ഉറുമ്പും 100 വർഷം ജീവിക്കുന്നു, നമ്മളും 100 വർഷം ജീവിക്കുന്നു, ബ്രഹ്മാവും 100 വർഷം ജീവിക്കുന്നു. ബ്രഹ്മദേവന്റെ 1 day ആണോ പ്രഭുജി? അതുമല്ല, അല്ല. ഒരു മന്വന്തര. ഒരു മന്വന്തര, അതായത് എത്ര മന്വന്തരാണ് ഒരു ബ്രഹ്മാവിന്റെ ദിവസത്തിലുള്ളത്? 14 മനുക്കളാണ് വരുന്നത്. ഒരു ബ്രഹ്മാവിന്റെ ദിവസത്തിലെ കൽപ്പത്തിൽ 14 മനുക്കളാണ്. ഓക്കെ, അപ്പോ 72 യുഗ സൈക്കിളാണ് ഇവരുടെ ലൈഫ് സ്പാന്. ആരുടെ? ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ 14 മനുക്കളാണ് ഒരു ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ. അതായത് 12 മണിക്കൂറാണ് ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ, രാത്രി കണക്കൂട്ടില്ല. അപ്പൊ അവരുടെ ലൈഫ് സ്പാൻ അത്രയേ ഉള്ളൂ, ഒരു മന്വന്തരം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവർക്ക്? ഇവരെല്ലാം ഇങ്ങോട്ട് പോകും. അവര് ടോട്ടലി പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കപ്പെട്ടാൽ തിരിച്ച് അവര് ഭഗവദ്ധാമിൽ പോകാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് വേറെ അസൈൻമെന്റ് കൊടുത്ത് അവര് വേറെ ലോകത്തിലേക്ക് പോകും. അവരുടെ ആഗ്രഹപ്രകാരം അതായത് അവരുടെ ഒരു പയസ് ക്രെഡിറ്റ് ഉണ്ടല്ലോ, അതനുസരിച്ച് അവർക്ക് വേറെ റോൾസ്, വേറെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കും. അപ്പൊ ഇവരൊക്കെ ഇതെല്ലാം പോസ്റ്റാണ്, നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം എന്താണ്? പദവികൾ മാത്രമാണ്. അപ്പോൾ ഇന്ദ്രൻ എന്നുള്ള പദവിയിലെ ഈ മന്വന്തരം കഴിഞ്ഞാൽ വേറൊരു ജീവാത്മാവ്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജീവാത്മാവ് അവിടെ വരുന്നു. ഇതെല്ലാം പദവിയാണ്. അവരുടെ പദവി എല്ലാം ഒരു മന്വന്തരമാണ്. അപ്പോൾ ഓഫ് ഡെമിഗോഡ്സ് ഐ എം ഇന്ദ്ര, കിങ് ഓഫ് ഹെവൻ. ഓഫ് ദ സെൻസസ് ഐ എം ദ മൈൻഡ്. ഈ മനസ്സ്, ഓക്കെ, മനസ്സ്, എല്ലാ ഇന്ദ്രിയങ്ങളിലും ഞാൻ മനസ്സാകുന്നു. മനസ്സും മറ്റ് ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനസ്സിന്റെ ആ ഒരു സ്ഥാനം മറ്റ് ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിന്റെ സ്ഥാനം എന്താണ്? മനസ്സിന്റെ പൊസിഷൻ എന്താണ്? നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട് അല്ലേ? ഈ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിന്റെ സ്ഥാനം എന്താണ്? മനസ്സിനെ കൺട്രോൾ ചെയ്ത ബാക്കി എല്ലാവരും കൺട്രോൾ ആവും. ഒരു ഓഫീസില് കുറെ സ്റ്റാഫ് ഉണ്ട് അല്ലേ? അതിൽ പല ഗ്രേഡേഷൻ ഉണ്ട്. ഓർഡിനറി സ്റ്റാഫ് ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ഓഫീസേഴ്സ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്. അപ്പൊ അതിലെ ഏറ്റവും മുകളിലാണ് മാനേജർ, ഫോർ എക്സാമ്പിൾ. അപ്പൊ അതേപോലെ ഇന്ദ്രിയങ്ങൾ 5 പഞ്ചേന്ദ്രിയങ്ങൾ. മനസ്സ് 6ാമത്തെ എന്ന് പറയും. അപ്പൊ മനസ്സിന്റെ സ്ഥാനം എന്താണ്?
ഈ പഞ്ചേന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? മനസ്സാണ് ഹെഡ്. കേൾക്കുന്നില്ലേ പ്രഭുജി? ഇന്ദ്രിയങ്ങളിലെ ഹെഡാണ്. ആ, ഈ ഇന്ദ്രിയങ്ങളെല്ലാം നയിക്കേണ്ട വ്യക്തിയാണ് മനസ്സ്. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഹെഡാണ്, മാസ്റ്ററാണ്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ വേണ്ട വഴിക്ക് നയിക്കുന്ന ആളാണ് ആര്? മനസ്സ്. സോ മനസ്സാണ് മെയിൻ എലിമെന്റ്. ഓക്കെ. ആൻഡ് ഇൻ ലിവിങ് ബീങ്സ് ഐ എം ദ ലിവിങ് ഫോഴ്സ്. കോൺഷ്യസ്നെസ്, അവബോധം. ഈ അവബോധം എന്നുള്ള ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? അവബോധം, കോൺഷ്യസ്നെസ്. ഈ അവബോധം എവിടുന്ന് വരുന്നു? അവബോധം എവിടുന്നാണ് വരുന്നത്? എല്ലാം കൂടി കൺഫ്യൂഷൻ ആയോ? അല്ല, ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലേ അറിയുള്ളൂ, വയസ്സാണല്ലോ. മനസ്സിൽ നിന്നാണോ പ്രഭു അവബോധം വരുന്നത്? ആരാത് പറഞ്ഞത്? ഞാന് സോറി. അവബോധം മനസ്സിൽ സോൾ, ചിന്തിച്ചതാണ്. പക്ഷെ അതിനെ ആത്മാവെന്നല്ല വരിക. അതെ ഞാൻ The symptom of soul is consciousness. correct. പഠിച്ചിട്ട് എന്തായി? പ്രഭു എന്താണ് തിങ്ക് ചെയ്ത് പാരാലിസിസ് ആയി പ്രഭു. അതായത് സോളിന്റെ സിംറ്റംസ് എന്താണ്? കോൺഷ്യസ്നെസ് ദാറ്റ് സ്പ്രെഡ്സ് ത്രൂ ഔട്ട് ദ ബോഡി, അല്ലേ? സോ അവബോധം വേണമെന്ന് അതിന്റെ സോഴ്സ് എന്താണ്? ആത്മാവ്, സോൾ. ഓക്കെ. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഭഗവാന്റെ റിപ്രസെന്റേഷൻ ആണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഭഗവാന്റെ മഹത്വം, ദ ഓപ്പുലൻസ് പറയാണ് ഇവിടെ. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാറ്റർ ആൻഡ് സ്പിരിറ്റ് ഈസ് ദാറ്റ് ദ മാറ്റർ ഹാസ് നോ കോൺഷ്യസ്നെസ് ലൈക്ക് ദ ലിവിങ് എനർജി. എന്തുകൊണ്ട് മാറ്ററിന് കോൺഷ്യസ്നെസ് ഇല്ല? ജീവാത്മാവിനെ പോലെ മാറ്ററിന് കോൺഷ്യസ്നെസ് എന്തുകൊണ്ടില്ല? കാരണം എന്താ? സെപ്പറേറ്റഡ് അല്ലേ പ്രഭു? സോൾ ഇല്ലല്ലോ, അതൊക്കെ സെപ്പറേറ്റ് സാധനങ്ങളല്ലേ? അവിടെ പരമാത്മാവ് മാത്രമേ ഉള്ളൂ, ജീവാത്മാവില്ല, അല്ലേ? പരമാത്മാവ് എല്ലാ കണത്തിലുണ്ട്. ജീവാത്മാവിലാണ് എന്നാണ് കോൺഷ്യസ്നെസ്. അതായത് ഐ ആം ദ ലിവിങ് എൻഡ് ഐ ആം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് സുപ്രീം ലോർഡ്, ജീവേര സ്വരൂപമായ കൃഷ്ണര നിത്യദാസ് എന്നുള്ളത് ജീവാത്മാവുണ്ട്. അപ്പൊ ജഡത്തില്, മാറ്ററില് ജീവാത്മാവില്ല. ലിവിങ് ഫോഴ്സ് ഉണ്ടെങ്കിലേ അതിന് അവബോധം, കോൺഷ്യസ്നെസ് ഉണ്ടാവുള്ളൂ. മറ്റത് പരമാത്മാവുണ്ട്. പരമാത്മാ ഓൾ പെർവേസീവ് ഫീച്ചറാണ്. അതാണ് പറയുന്നത്, the matter has no consciousness like the living entity. Therefore, this consciousness is supreme and eternal. Consciousness cannot be produced by a combination of matter. ഒരു കോൺഷ്യസ്നെസ് നമ്മള് ബാഹ്യമായിട്ട് പല കെമിക്കലും കൂടിയും, എല്ലാ കെമിക്കലും അതിനെ കൂട്ടിച്ചേർന്നിട്ട് നമുക്ക് കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാബറട്ടറിയിൽ സയൻറ്റിസ്റ്റിന് കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊടുത്ത് റോബോട്ടും മറ്റും മറിച്ചും പല കാര്യങ്ങളും, 3 കാര്യങ്ങൾ, അതായത് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒരു റോബോട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് റോബോട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. മനുഷ്യർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതിലും മീതും ചെയ്യാൻ പറ്റും, അതിനും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് 3 കാര്യങ്ങൾ ഉണ്ടാവില്ല. എന്താണ് 3 കാര്യങ്ങൾ ഇല്ലാത്തത്? പ്രഭു ഗ്രോത്ത്. ഓക്കെ. ഗ്രോത്ത്. അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല പ്രഭു. റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ദാറ്റ് ഇസ് ഞാൻ വിചാരിക്കുന്നത് അതല്ല. കോൺഷ്യസ്നെസ് ഇല്ല. അതുകൊണ്ട് ജഡമായതുകൊണ്ട് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഉണ്ടാവില്ല. തിങ്കിങ്, വില്ലിങ് ആൻഡ് ഫീലിംഗ്. ഓക്കെ. ഡെഫിനറ്റ്ലി ഗ്രോത്ത് ഉണ്ടാവില്ല, ഷഡ്പരിണാമങ്ങൾ ഉണ്ടായിരിക്കില്ല. പക്ഷേ ക്ഷയം ഉണ്ടായിരിക്കും. പക്ഷേ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല,
സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള ഇതുണ്ടാവില്ല. തിങ്കിങ്, വില്ലിങ് ആൻഡ് ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നത് അതനുസരിച്ച് അത് പ്രവർത്തിക്കും. മനുഷ്യരാശി മുഴുവനും നശിപ്പിക്കണം എന്നുള്ള ഒരു പ്രോഗ്രാം അതിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കാനുള്ള ശക്തി കൊടുത്താൽ നശിപ്പിക്കും. അത് ഉണ്ടാക്കിയ ആളെ നശിപ്പിക്കും. എന്താണ് നമുക്ക് നമ്മളുടെ മനസ്സ് ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് എന്ത് ശരി എന്ത് തെറ്റ് എന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള കഴിവോ എമോഷനോ സെന്റിമെന്റ്സോ ഫീലിങ്സോ തിങ്കിങ് പവർ ഉണ്ടായിരിക്കില്ല. നമ്മൾ ഫീഡ് ചെയ്യുന്നതനുസരിച്ച്, നമ്മുടെ ഡാറ്റ ഫീഡ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ആ കമാൻഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ലാണ്ട് സ്വന്തമായിട്ടൊരു തീരുമാനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം എന്താ, അവിടെ സോളിന്റെ പ്രസൻസ് ഇല്ല, ആത്മാവിന്റെ പ്രസൻസ് ഇല്ല. അപ്പൊ കോൺഷ്യസ് അല്ലാതെ അത് ജഡം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പ്രഭുപാദ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇത്ര സയൻസ് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലിവിങ് എനർജി ഉണ്ടാക്കൂ, കോൺഷ്യസ് അത് ആത്മാവിനെ ഉണ്ടാക്കൂ. പറ്റില്ല. ഒരു ആത്മാവിനെ ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളും, അതായത് നമ്മുടെ പ്രപഞ്ചത്തിൽ കൊടുത്തിരിക്കുന്ന ഈ 24 എലിമെന്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് ഒരു ആത്മാവിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശക്തി ഇല്ല. അത് ഭഗവാൻ മനുഷ്യർക്ക് ഇതേവരെ കൊടുത്തിട്ടില്ല. അത് നമ്മളുടെ പെർവ്യൂലല്ല വരുന്നത്. സോ ടെക്സ്റ്റ് 23. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ രക്ഷസാം വസൂനാം പ്രവകശ്ചാസ്മി മേരു ശിഖരിനാമഹം. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ രക്ഷസാം വസൂനാം പ്രവകാശ്ചാസ്മി മേരു ശിഖരിണം അഹം. സുജയ് പ്രഭു. Hare Krishna Prabhu, Dandat Pranam. Rudranam Sankaraschasmi Vittesho Yaksha Rakshanam Rakshasam Vasunam Pavakaschasmi Meru Shikhari Namaham. बोल शांतरूप प्रभु. Hare Krishna Prabhuji. Hare Krishna. Rudranam Shankarashyasmi Vitesho Yaksharaksasam Vasunam Pavagashyami Meru Shikhari Namaham. ഓക്കെ, എന്റെ ട്രാൻസ്ലേഷൻ ആരാ വായിക്കുക? അർച്ചന മാതാജി ട്രാൻസ്ലേഷൻ വായിക്കും. Hare Krishna. Of all the Rudras, I am Lord Shiva. Of the Yakshas and Rakshas, I am the Lord of wealth. Of the Vasus, I am fire, Agni, and of our mountains, I am Meru. Very good. Of all the Rudras, I am Lord Shiva. Of the Yakshas and Rakshasas, I am Lord of wealth, Kuvera. Of the Vasus, I am fire, Agni, and of mountains, I am Meru. Okay. But Rudra, എത്ര രുദ്രന്മാരുണ്ട്? എത്ര രുദ്രന്മാരുണ്ട്? 11. അപ്പൊ ഓഫ് ഓൾ ദ രുദ്രാസ്, എല്ലാ രുദ്രന്മാരിലും ഐ എം ലോർഡ് ശിവ. കാരണം ലോർഡ് ശിവ എന്ന് പറയാൻ കാരണം എന്താണ്? ലോർഡ് ശിവന്റെ എക്സ്പാൻഷൻസ് ആണ് രുദ്രന്മാര്. ശിവ ഇസ് ദ ഒറിജിനൽ. ആൻഡ് ഓഫ് ദ യക്ഷാസ് ആൻഡ് രാക്ഷസാസ്, ഐ എം ദ ലോർഡ് ഓഫ് വെൽത്ത്, കുബേര. ആ യക്ഷന്മാരും രാക്ഷസന്മാരുടെയും അധിപൻ ആരാണ്? കുബേരൻ. കുബേരൻ ആരാണ്? എന്താണ് ഇവിടുത്തെ റോൾ? എന്താ? ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്. Finance. Okay. Of the Vasus, I am fire, Agni. അപ്പോ വസു, അഷ്ടവസു, അഷ്ടവസുകൾ നമ്മൾ കേട്ടിട്ടില്ലേ? അത് അതിൽ അഗ്നിയാണ്. ആൻഡ് ഓഫ് മൗണ്ടൻസ് ഐ എം മേരു. ഏതാണ് മേരു? സുമേരു അല്ലേ? മേരു മൗണ്ടൻ. So there are 11 Rudras, of whom Shankara, Lord Shiva, is predominant. He is the incarnational Supreme Lord in charge of the mode of ignorance in the universe. നമുക്കറിയുന്ന പോലെ ശിവഭഗവാന്റെ റോൾ എന്താണ്? ഈ ഭൗതിക ലോകത്തിലെ അനഹിലേഷൻ, ഡിസൊല്യൂഷൻ സമയത്താണ് അദ്ദേഹത്തിന്റെ. ഓഫ് കോഴ്സ് ശിവഭഗവാൻ നമ്മളുടെ മെറ്റീരിയൽ ഫാദറും കൂടിയാണ്. പാർവതി മാത നമ്മുടെ മെറ്റീരിയൽ മദറാണ്. നമുക്ക്
ഇപ്പോ ബയോളജിക്കൽ മദർ ഫാദർ ഉണ്ട്, ഇല്ല എല്ലാവർക്കും ഉണ്ട്. അതേപോലെ നമുക്കൊരു മെറ്റീരിയൽ ഫാദർ ആൻഡ് മദർ ഉണ്ട്, അതാണ് ലോർഡ് ശിവ ആൻഡ് പാർവതി. നമുക്കൊരു എറ്റേണൽ ഫാദർ മദർ ഉണ്ട്, അതാരാണ്? സോറി പ്രഭു, ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചോദിക്കണേ പ്രഭു. അതായത് നമുക്കൊരു ബയോളജിക്കൽ ഫാദർ എല്ലാവർക്കും ഉണ്ട്, ബയോളജിക്കൽ ഫാദർ മദർ ടെമ്പററി ആണ്, അത് ഈ ലൈഫിന് മാത്രം. അത് കഴിഞ്ഞാൽ നമുക്കൊരു മെറ്റീരിയൽ ഫാദർ മദർ ഉണ്ട്, അതാണ് ലോർഡ് ശിവ ആൻഡ് മദർ പാർവതി. പിന്നെ നമുക്കൊരു എറ്റേണൽ ഫാദർ ആൻഡ് മദർ ഉണ്ട്, അതാരാണ്? ഭഗവാനും ഭഗവാൻ. ശ്രീമതി രാധാറാണി. യെസ്, ഭഗവാനും രാധാറാണി, ഓക്കെ, അല്ലെങ്കിൽ വിഷ്ണു ലക്ഷ്മി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് ശിവ പാർവതി നമ്മുടെ മെറ്റീരിയൽ ഫാദർ ആൻഡ് മദർ പറയാൻ കാരണം? കാരണം എല്ലാ ജീവജാലങ്ങളുടെയും ഈ യൂണിവേഴ്സിനകത്തുള്ള അച്ഛനും അമ്മയും ശിവനും പാർവതിയാണ്. അവരിലൂടെയാണ് ക്രിയേഷൻ നടന്നത്, ഗ്ലാൻസിലൂടെ. നമ്മൾ വേറെയും, അപ്പോൾ സ്പിരിച്വൽ മാസ്റ്ററെ നമ്മൾ ഫാദറായിട്ട് കാണുന്നു, വേദങ്ങളെ മദറായിട്ടും കാണുന്നു, അല്ലേ? സ്പിരിച്വൽ മാസ്റ്റർ ഈസ് ആൾസോ അവർ ഫാദർ, സ്പിരിച്വൽ ഫാദർ. വേദങ്ങൾ എന്താണ്? നമ്മളുടെ മദറുമാണ്. നമ്മളുടെ ജന്മം തന്ന അച്ഛനും അമ്മയും അല്ലാതെ സ്പിരിച്വൽ ബർത്ത് തന്ന ആരാണ്? സ്പിരിച്വൽ, നമ്മൾക്ക് ദീക്ഷ കിട്ടുന്ന സമയത്തെ സ്പിരിച്വൽ മാസ്റ്ററാണ്, അല്ലേ? നമ്മുടെ മദറപ്പാരാണ്? വേദങ്ങൾ. നമുക്ക് അങ്ങനെ ഒരുപാട് ഫാദർ മദർ. ബട്ട് എറ്റേണൽ ഫാദർ മദർ, എറ്റേണലി ആരാണ്? അത് ശ്രീകൃഷ്ണ ഭഗവാനും രാധാറാണിയാണ്, അല്ലെങ്കിൽ നാരായണനും ലക്ഷ്മിയാണ്. സോ ഹീ ഈസ് ദ ഇൻകാർണേഷൻ ഓഫ് സുപ്രീം ലോർഡ്. ആ ശിവ ഭഗവാന്റെ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ഗുണാവതാരത്തില് 3 പേരാണ്, ബ്രഹ്മ വിഷ്ണു മഹേശ്വര. ഇവർ 3 പേരും 3 പൊസിഷൻസ് എടുക്കണം, 3 ഗുണങ്ങളുടെ അധിപന്മാരാണ്. വിഷ്ണു മെയിൻ്റെനൻസ് ചെയ്യുന്നു, ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു, ശിവഭഗവാൻ അതിനെ അനിഹിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്രിയേഷൻ സംഭവിക്കുന്നത് രജോ ഗുണത്തിലാണ്, അല്ലേ? അതുകൊണ്ട് ബ്രഹ്മാവ് അതിൻ്റെ അധിപനാണ്. ബ്രഹ്മാവ് ജീവാത്മാവാണ്, മനസ്സിലാക്കണം. പിന്നെ അനിഹിലേഷൻ സംഭവിക്കുന്നത് ഇഗ്നോറൻസിലാണ്. അത് ഭഗവാന്റെ തന്നെ സ്വയം എക്സ്പാൻഷൻ ആയിട്ടുള്ള ശിവഭഗവാനാണ്. ആ ശിവഭഗവാൻ തമോ ഗുണത്തിന് അധിപനാണ്. കാരണം വെച്ചാൽ അനിഹിലേഷൻ, ഡിസ്ട്രക്ഷൻ നടക്കുന്നത് തമോ ഗുണത്തിലേ ഉള്ളൂ. മെയിൻ്റനൻസിൻ്റെ ജോലി അത് സത്വഗുണത്തിലാണ് മെയിൻ്റനൻസ് നടക്കുള്ളൂ. അതിൻ്റെ അധിപൻ സ്വയം വിഷ്ണു ഭഗവാൻ ഏറ്റെടുത്തു, അല്ലേ? അപ്പോൾ ഭഗവാൻ ശിവൻ ഭഗവാന്റെ തന്നെ ആരാണ്? എക്സ്പാൻഷൻ ആണ്, പക്ഷേ തമോ ഗുണത്തിൻ്റെ അധിപനാണ്. ലോർഡ് ഇൻ ചാർജ് ഓഫ് ദ മോഡ് ഓഫ് ഇഗ്നോറൻസ് ഇൻ ദ യൂണിവേഴ്സ്. അപ്പോൾ ഓരോ യൂണിവേഴ്സിലും ഇതേപോലെ ഗുണാവതാരങ്ങൾ ഉണ്ടായിരിക്കും, പുരുഷാവതാരങ്ങൾ ഉണ്ടായിരിക്കും, മറ്റുള്ള അവതാരങ്ങൾ ഉണ്ടായിരിക്കും. സോ ദ ലീഡർ ഓഫ് യക്ഷാസ് ആൻഡ് രാക്ഷസാസ് ഈസ് കുബേര. രാവണൻ ഏത് കാറ്റഗറിയിൽ പെടും? രാക്ഷസൻ. യെസ്, ഓക്കെ. അപ്പോ കുബേരന്റെ എക്സിലായിരുന്നു ശ്രീലങ്ക, അല്ലേ? അത് രാവണൻ അപഹരിച്ചെടുത്താണ്. മാസ്റ്റർ ട്രഷർ ഓഫ് ദ ഡെമിഗോഡ്സ്. കുബേരനാണ് ട്രഷറർ ഡെമിഗോഡ്സിന്റെ. ആൻഡ് ഹീ ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് സുപ്രീം ലോർഡ്. മെരു ഈസ് എ മൗണ്ടൻ ഫെയിം ഫോർ ഇറ്റ്സ് റിച്ച് നാച്ചുറൽ റിസോഴ്സസ്. മേരു മൗണ്ടനിലെ അതിൻ്റെ എല്ലാ മിനറൽസും നാച്ചുറൽ റിസോഴ്സിനും ഫേമസ് ആണ്. അതുകൊണ്ട് ഓഫ് മൗണ്ടൻ ഐ എം മേരു. സോ ടെക്സ്റ്റ് 24. പ്രഭുജി 6 വാസുസിന്റെ കാര്യം പറഞ്ഞല്ലേ, അത് ആരൊക്കെയായിരുന്നു? 6 അഷ്ടവസൂസ്. ഭീഷ്മ പിതാമഹൻ അദ്ദേഹത്തിന്റെ മുമ്പത്തെ ഇതിലെ ഒരു അഷ്ടവസുക്കളുള്ള ഒരാളായിരുന്നു. അഷ്ടവസൂസാണ്. 11 ആദിത്യാസ്, 11 രുദ്രാസ്, 12 ആദിത്യാസ് ആൻഡ് അഷ്ടവസൂസ്. പേര് എനിക്കറിയില്ല പ്രഭുജി.
നോക്കണം. അത് ഇവിടെ വന്നിട്ട് അപ്പോ ഭീഷ്മ പിതാമഹൻ തന്റെ പൂർവ്വജന്മത്തിലെ ഒരു വസുവായിരുന്നു. അതൊരു ശാപം കാരണം ഇവിടെ വന്നതാണ്. കാരണം വശിഷ്ഠന്റെ പശുവിനെ മോഷ്ടിച്ച ഒരു കാരണം, കാമധേനുവിന്. അങ്ങനെയാണ് ഭീഷ്മ പിതാമഹൻ ഇവിടെ വരുന്നത്. ഇവരെല്ലാം ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നതാണ്. പുരോധസാം ച മുഖ്യം മാം വിധി പാർത്ത ബൃഹസ്പതിം സേനാനിനാം അഹം സ്കന്ദ സരസാം അസ്മി സാഗരാം. പുരോധസാം ച മുഖ്യം മാം വിധി പാർത്ത ബൃഹസ്പതിം സേനാനിനാം അഹം സ്കന്ദ സരസാം അസ്മി സാഗരാം. കേസി ബി മാതാജി. पुरोदसां च मुख्यं मां विधि पार्था बृहस्पतिं सेनानीनाम् अहं स्कन्धा सरसामस्मि सागरः. രൂപേശ്വരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദ സരസാമസ്മി സാഗരാം. ബബിത മാതാജി. Hare Krishna. Purodasham cha mukyamam vidhi partha brahmaspatim senaninam aham skanda sarasam asmi sagaraha. രൂപേശ്വരി മാതാജിന്റെ ട്രാൻസ്ലേഷൻ. ഹേ അർജുന, പുരോഹിതന്മാരിൽ പ്രധാനിയായ ബൃഹസ്പതിയും സേനാധിപരിൽ കാർത്തികേയനുമാണ് ഞാൻ. ജലാശയങ്ങളിൽ സമുദ്രവും ഞാൻ തന്നെ. പുരോഹിതന്മാരിൽ പ്രധാനിയായ ബൃഹസ്പതി ഗുരുവാണ്. പുരോഹിതൻ ഗുരു, അതായത് ടീച്ചർ, ഡെമിഗോഡ്സിന്റെ ഗുരുവാണ്. ദേവന്മാരുടെ ഗുരുവാണ്. ഓഫ് പ്രീസ് ഓ അർജുന, നോ മീ ടു ബി ദ ചീഫ് ബൃഹസ്പതി. ഓ ഓഫ് ജനറൽസ് ഐ എം കാർത്തികേയ. ജനറൽസ് ഫൈറ്റിങ്ങിൽ കാർത്തികേയനാണ് കമാൻഡർ ഇൻ ചീഫ്. ഈസ് എ കമാൻഡർ ഇൻ ചീഫ്. ഓഫ് ജനറൽസ് ഐ എം കാർത്തികേയ. ആരാണ് കാർത്തികേയൻ? ശിവ പാർവതി പുത്രൻ അല്ലേ? ആൻഡ് ഓഫ് ബോഡീസ് ഓഫ് വാട്ടർ ഐ എം ദ ഓഷ്യൻ. സാഗരം, ജലാശയങ്ങളിൽ ഞാൻ സാഗരമാണ്. ഇന്ദ്ര is the chief demigod of the heavenly planets and he is known as the king of the heavens. സ്വർഗത്തിലെ രാജാവ് അല്ലെ? The planet on which he reigns is called Indraloka. എത്ര സ്വർഗങ്ങളുണ്ട്? ആർക്കൊക്കെ പോണ്ടേ? എവിടേക്കാ പോണ്ടത്? സ്വർഗം വേണ്ട പ്രഭു. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല. അപ്പർ പ്ലാനറ്റ്സ് ഈ 7 ഒക്കെ സ്വർഗമായിട്ടല്ലേ അറിയപ്പെടുന്ന പ്രഭുജി? അല്ല, heavenly planets. ഹെവൻലി പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് 7 മുകളിലോട്ടുള്ളത്. ഹെവൻലി പ്ലാനറ്റ്. എത്ര തരത്തിലുള്ള സ്വർഗങ്ങളുണ്ട്? പോണ്ട, കുഴപ്പമില്ല, അവിടെ പോണ്ട നമുക്ക്. പക്ഷെ എങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? ഭൗമ സ്വർഗം അങ്ങനെ പ്രഭു പണ്ട് പറയാറില്ലേ? പറയൂ, ഏതൊക്കെയുണ്ട്? മറന്നു. ഭൂമിയിലുള്ളൊരു സ്വർഗം അതെവിടെയാണ്? ഭൂമിയിലെ സ്വർഗം എവിടെയാണ്? 3 തരത്തിലുള്ള സ്വർഗമാണ്. ഓക്കെ, ഒന്ന് ദിവ്യ സ്വർഗം. എവിടെ ദിവ്യ സ്വർഗം? ഏതൊക്കെയാണ് ദിവ്യ സ്വർഗത്തിൽ പെടുന്നത്? ഗസ് വർക്ക് ചെയ്യാം. എല്ലാവരും ഇപ്പൊ സ്വർഗത്തിൽ പോയി തോന്നും അല്ലെ? ഓക്കെ, ധ്രുവ പ്ലാനറ്റിൽ നിന്ന് മുകളിൽ നിന്ന് താഴ്ന്നു വരികയാണെങ്കിൽ സൺ പ്ലാനറ്റ് വരെയുള്ളത് ഹെവൻലി പ്ലാനറ്റ്സ് എന്ന് പറയും.
ശരിക്കുള്ള സ്വർഗലോകം ഇന്ദ്രലോകമാണ്. അത് ശരിക്കുള്ള എല്ലാവരും അവിടേക്കാണ് കൂടെ പോവുക. അപ്പൊ ഇതൊക്കെ ദിവ്യ സ്വർഗം എന്ന് പറയും. അതായത് ധ്രുവലോകത്ത് നിന്ന് സൺ പ്ലാനറ്റ് വരെയുള്ള ആ റെൽമിനെ എന്താണ് പറയുക? ദിവ്യസ്വർഗം. ഭൂസ്വർഗം അതെവിടെയാണ്? ഭൗമ്യ സ്വർഗം അല്ലെങ്കിൽ ഭൂസ്വർഗം അതെവിടെയാണ്? അത് അറിയോ എവിടെയെന്ന്? അതാണ് ഇന്ദ്രന്റെ. അല്ലല്ല, അത് ദിവ്യസ്വർഗം. ഭൂസ്വർഗം ധ്രുവലോകത്ത് നിന്ന് സൺ പ്ലാനറ്റ് വരെ താഴോട്ടല്ലേ? ആ റെൽമ്, അല്ലെങ്കിൽ താഴ്ന്ന് നോക്കുകയാണെങ്കിൽ സൺ പ്ലാനറ്റ് മുതൽക്ക് ധ്രുവലോകം വരെയുള്ള അതെല്ലാം എന്താണ്? ഹെവൻലി പ്ലാനറ്റ്സ് ആണ്, ഹെവൻലി പ്ലഷേഴ്സ്. പക്ഷെ അതിൽ മെയിൻ ആയിട്ടുള്ളത് ഇന്ദ്രന്റെയാണ്. നമ്മളൊക്കെ പോകുന്നത് നമ്മുടെ അതായത് കർമ്മം കൂടുതൽ യജ്ഞങ്ങളും ഹോമങ്ങളും ചെയ്തിട്ട് ഉപരി സ്വർഗലോകത്തിൽ പോകാന്ന് പറഞ്ഞാൽ ആ ഹെവൻലി പ്ലഷറാണ്, അതായത് ഇന്ദ്രലോകത്തെ പ്ലഷറാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ഭൗമി സ്വർഗം, ഭൂസ്വർഗം പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതെവിടെയാണ്? നമ്മളെവിടെ ജീവിക്കുന്നത്? ഭൂവർലോകം അല്ല, ഭൂലോകത്തിൽ. ഭൂവർലോകത്തിൽ ആരാ ജീവിക്കുന്നത്? ഓക്കെ, ഭൂവർലോകം പറഞ്ഞല്ലോ. അല്ല. ഭൂവർലോകം അതായത് യക്ഷന്മാര്, രാക്ഷസന്മാര്, ഗന്ധർവന്മാര്, അങ്ങനത്തെ ആ ഒരു റെൽമാണ്. ഭൂമണ്ഡലത്തിലെ 7 ദ്വീപുകളാണ് സപ്തദ്വീപില്. സപ്തദ്വീപില് നമ്മൾ ജീവിക്കുന്നത് ജംബു ദ്വീപിലാണ്. ജംബു ദ്വീപില് ഭാരതവർഷത്തിലാണ്. സപ്തദ്വീപിന് 7 ദ്വീപാണ്. അതില് ജംബു ദ്വീപാണ് മധ്യത്തില്. ആ ജംബു ദ്വീപ് 9 വർഷങ്ങളുണ്ട്. അതിലത്തെ സദേൺ മോസ്റ്റ് വർഷമാണ് ഭാരതവർഷം. ആ ഭാരതവർഷത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ആ ഭാരതവർഷത്തിന് കർമ്മഭൂമി എന്ന് പറയുന്നു. അതാണ് കർമ്മഭൂമി. അവിടേക്കാണ് എല്ലാ ദേവതമാരും കൂടിയും ആഗ്രഹിക്കുന്ന വരാം. കാരണം കർമ്മഭൂമിയാണ്. ഇവിടെ ഈസിയാണ് ഭഗവത് പ്രാപ്തി. അപ്പൊ ഈ 7 ദ്വീപിലെ ജംബു ദ്വീപിലെ ഭാരതവർഷം ഒഴിച്ചാൽ ബാക്കി എല്ലാ ദ്വീപുകളും വർഷങ്ങളും എല്ലാം ഹെവൻലി പ്ലാനറ്റ്സിന് തുല്യമാണ്. അവിടെ എല്ലാം പ്ലഷേഴ്സ് കൂടുതലാണ്. അവിടെ ലൈഫ് സ്പാൻ കൂടുതലാണ്. അവിടെ ജരാവ്യാധി കുറവാണ്. അത് ഭൂസ്വർഗം. അപ്പൊ നമ്മള് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ദിവ്യ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്രെഡിറ്റ് കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴുന്നത് എവിടെയായിരിക്കും? ഡയറക്റ്റ് ഭാരതവർഷത്തിലായിരിക്കില്ല. ഈ സപ്തദ്വീപിൽ ഏതെങ്കിലും എവിടെയായിരിക്കും. അവിടുന്നാണ് നമ്മൾ പിന്നെ വീണ്ടും ഭാരതവർഷത്തിൽ പോകുന്നത്. അത് കഴിഞ്ഞ ഒരു സ്വർഗം കൂടിയുണ്ട്. അതെന്താണ്? ബിലാസ്വർഗം, സബ്റ്ററേനിയൻ ഹെവൻലി പ്ലാനറ്റ്സ്. അത് താഴെ, ഡൗൺ, ലോവർ, എവിടെ? ഭൂമണ്ഡലത്തിന്റെ താഴെ. അതും സ്വർഗമാണ്. അവിടുത്തെ ഓപ്പുലൻസും ചില സ്ഥലങ്ങളിൽ അവിടുത്തെ ഓപ്പുലൻസ് ബെറ്റർ ദാൻ ഇന്ദ്രാസ് ഹെവൻലി പ്ലാനറ്റ്. അപ്പൊ അത് ആക്ച്വലി വായിച്ചത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വന്ന് എനിക്ക് അവിടെ പോകണ്ട, ഇവിടെ പോയാൽ മതി പറയും. സബ്റ്ററേനിയൻ ഹെവൻലി പ്ലാനറ്റ് ആണ്. 5ാമത്തെ സ്കന്ധത്തിൽ അത് വായിച്ചതാൽ അവിടുത്തെ ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചത് തോന്നും നമുക്ക് ഇന്ദ്രന്റെ പ്ലാനറ്റിൽ പോകണ്ട, അവിടെക്കാട്ടിലും കൂടുതൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഇവിടെ. പക്ഷെ എന്താണ് വ്യത്യാസം? ദിവ്യസ്വർഗം അതേപോലെ ബില്ലസ്വർഗം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും എൻജോയ്മെന്റ് ആണ്. പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? ദിവ്യസ്വർഗത്തിലെ എല്ലാവരും വിഷ്ണു ഭക്തന്മാരാണ്. ദേ ഫോളോ സ്ക്രിപ്റ്റേഴ്സ്. അവർ ശാസ്ത്രങ്ങൾ ഫോളോ ചെയ്യും. പിന്നെ അവർ യൂണിവേഴ്സൽ അഫയേഴ്സിൽ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അവര് വിഷ്ണു ഭക്തന്മാരാണ്. അവര് സ്ക്രിപ്റ്റേഴ്സ്, ശാസ്ത്രങ്ങൾ ഫോളോ ചെയ്യും. റെഗുലേറ്റഡ് ലൈഫാണ്. സകാമ ഭക്തന്മാരാണെങ്കിലും കൂടിയിട്ട് അതിനുപരിയായിട്ട് അവര് ഭഗവാന്റെ
മാനേജറിയൽ ഇതില് റെൽമില് പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് ഇന്ദ്രൻ, വരുണൻ, വായു, അഗ്നി പറഞ്ഞില്ലേ. ഭഗവാനെ ഈ യൂണിവേഴ്സൽ അഫയേഴ്സിൽ സഹായിക്കുന്ന വ്യക്തികളാണ്. താഴത്തെ ബില്ല സ്വർഗത്തില് ദേ ഡോണ്ട് ഫോളോ സ്ക്രിപ്റ്റേഴ്സ്, ദേ ആർ നോട്ട് വിഷ്ണു ഭക്താസ്, ഓക്കെ, ആൻഡ് ദേ ലിവ് വിംസിക്കലി, ജസ്റ്റ് 100% സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഓൺലി. സോ അവരെ സംബന്ധിച്ചോളം ദേ ആർ ഫാർ ഫാർ എവേ ഫ്രം റീച്ചിങ് ദ ഡെസ്റ്റിനേഷൻ. അവർക്ക് എത്ര ജന്മം എടുക്കണം ഈ റിയലൈസേഷൻ, സെൽഫ് റിയലൈസേഷൻ വരാൻ പറയാൻ പറ്റില്ല. സോ മച്ച് ഇൻഡൾജ്ഡ് ഇൻ സെൻസ് ഗ്രാറ്റിഫിക്കേറ്ററി ആക്ടിവിറ്റീസ് ദാറ്റ് ദേ ഡോണ്ട് നോ വെൻ ദേ വിൽ അറ്റൈൻ ദ ലിബറേഷൻ. അത്രയും ദേ ഹവ് ഗോൺ ഫാർ അവേ ഫ്രം സ്പിരിച്വൽ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പൊ ഇതാണ് വ്യത്യാസം. ദിവ്യസ്വർഗം, ബില്ലസ്വർഗം. പക്ഷെ എൻജോയ്മെന്റ് ഇസ് ടു മച്ച്. പക്ഷെ ടോട്ടലി ഭഗവാനിന്ന് എത്രയോ ദൂരം പോയിരിക്കുന്നു. അപ്പൊ ഭഗവാനിലേക്ക് അടുക്കാൻ അവർക്ക് എത്ര ജന്മം എടുക്കണമെന്ന് ഒരു പിടുത്തമില്ല. അപ്പൊ കർമ്മഭൂമി എന്ന് പറഞ്ഞാൽ ഭാരതവർഷത്തിൽ മാത്രമേ ഉള്ളൂ കർമ്മഭൂമി. അവിടെയാണ് നമുക്ക് ഓരോ കർമ്മത്തിനും റിയാക്ഷൻസ് കിട്ടുന്നത്. മറ്റത് നമ്മളുടെ ക്രെഡിറ്റോ, അതായത് അത് എക്സോസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. Oh, Indra is the chief demigod of the heavenly planets and is known as the king of the heavens. The planet on which he reigns is called Indraloka. Brahaspati is Indra's priest, and since Indra is the chief of all kings, Brahaspati is the chief of all priests. Ella priest, Purohitamaradi head ആണ്. And as Indra is the chief of all kings, similarly Skanda or Kartikeya, son of Parvati and Lord Shiva, is the chief of all military commanders. അപ്പൊ ദേവന്മാരില് ഈ പൊസിഷൻ ആർക്കാണ്? സ്കന്ദ അല്ലെങ്കിൽ കാർത്തികേയ, ചീഫ് ഓഫ് കമാൻഡേഴ്സ്. ആൻഡ് ഓഫ് ഓൾ ദ ബോഡീസ് ഓഫ് വാട്ടർ, ദ ഓഷ്യൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ്. സാഗരം, സമുദ്രം. ദീസ് റിപ്രസെന്റേഷൻസ് ഓഫ് കൃഷ്ണ ഓൺലി ഗിവ് ഹിന്റ്സ് ഓഫ് ഹിസ് ഗ്രേറ്റ്നസ്. ഇതെല്ലാം എന്താണ്? ഭഗവാന്റെ ആ ഐശ്വര്യത്തെ നമുക്ക് കാണിച്ചു തരാണ് സ്വയം ഭഗവാൻ. ഭഗവാൻ പറയാണ് ഞാൻ ഇന്നതിൽ ഇന്ന ആളാണ്. തൻ്റെ സ്വന്തം ഓപ്പുലൻസ്, ഐശ്വര്യങ്ങൾ ഇവിടെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാണ്, അതായത് അർജുനൻ മുഖേന. ഓക്കെ, സോ എനി ക്വസ്റ്റ്യൻസ് ഇതിൽ അല്ലെങ്കിൽ 25 Okay, we'll go to 25. Mahashrinam Bhrigur Aham Giram Asmi Ekam Aksharam Yajnanam Japayatnyosmi Stavaranam Himalaya. Mahashrinam Bhrigur Aham Giram Asmi Ekam Aksharam Giram Asmi Ekam Aksharam Yajnanam Japayatnyosmi Stavaranam Himalaya. Okay, okay, Archana Mataji. Hare Krishna. Mahashrinam Bhriguraham Giramasmikshamaksharam Yajnana Japayajnosmi Stavarana Himalaya. Very good. Okay, and Uttama Bhakti Mataji. Hare Krishna Prabhuji. Hare Krishna. Maharshinaam Prahuraham Girasmi Mekamaksharam Yajnanam Jabayatnyasmi Stavaranam Himalaya. Okay, and who else? Okay, Simi Mataji. Maharshinaam Bhrigur Aham Giramasmi Ekamaksharam Yajnanam Jabayatnyosmi Stavaranam Himalayah. Very good. Translation Mike Rupeshri Mataji. ഹരീകൃഷ്ണ പ്രഭു. മഹർഷിമാരിൽ ഭൃഗുവും സ്പന്ദനങ്ങളിൽ, അതായത് വാക്കുകളിൽ അഭൗതികമായ ഓംകാരവും, യജ്ഞങ്ങളിൽ തിരുനാമജപവും, സ്ഥാവരങ്ങളിൽ ഹിമാലയവുമാണ് ഞാൻ. Haribol. Of the great sages, I am Bhrigu. Sages, ഋഷിവര്യന്മാരിലെ ഞാൻ ഭൃഗുമുനിയാണ്. ഭൃഗു ബ്രാഹ്മണൻ, ബ്രഹ്മാവിന്റെ
പുത്രൻ തന്നെയാണ്. ഓഫ് വൈബ്രേഷൻസ്, ഓക്കെ, ഓങ്കാരം. ഐ ആം ദ ട്രാൻസെൻഡന്റൽ ഓം. ഭഗവാന്റെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് വരുന്നതാണ് ഓങ്കാരം, ട്രാൻസെൻഡന്റൽ ഓം. ഓഫ് സാക്രിഫൈസസ്, ഐ ആം ദ ചാൻഡിങ് ഓഫ് ദ ഹോളി നെയിം ജപ. ആൻഡ് ഓഫ് ഇമൂവബിൾസ് തിങ്സ്, ഐ ആം ദ ഹിമാലയസ്. അപ്പോൾ സാക്രിഫൈസ് എസ്പെഷ്യലി ഇപ്പോൾ ഏത് കാലത്തിലാണ്? നമ്മളെല്ലാം കലിയുഗത്തിലാണ്. അപ്പോൾ യജ്ഞങ്ങളിൽ പല യജ്ഞങ്ങളുണ്ട് അല്ലേ? അതിലേറ്റവും മുന്തി നിൽക്കുന്നതാണ് ജപയജ്ഞം. എക്കാലത്തുള്ളതാണ്, എല്ലാ കാലത്തും ജപമുണ്ട്. ഈ എസ്പെഷ്യലി കലിയുഗത്തിൽ അതാണ് പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. മറ്റു യജ്ഞങ്ങളൊന്നും അത്ര ഫലവത്തല്ല ഈ കലിയുഗത്തിൽ. അപ്പോൾ എസ്പെഷ്യലി കലികാലത്ത് ജപയജ്ഞമാണ്. ഒരുപാട് യജ്ഞങ്ങളുണ്ട്. ഇപ്പോൾ യുഗം, വ്യത്യസ്ത യുഗങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളുണ്ട് അല്ലേ? നമുക്കറിയാം സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗത്തിലെ വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളാണ് പ്രിഡോമിനന്റ്. പക്ഷേ ജപം എല്ലാ സമയത്തും ഉണ്ട്. പക്ഷേ സ്പെസിഫിക്കലി നമുക്ക് പറഞ്ഞതാണ് എന്ത്? ജപയജ്ഞം. കാരണം ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നത് അർജുൻ എപ്പോഴാണ്? ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ്വാപരയുഗ, ബിഗിനിങ് ഓഫ് കലിയുഗ അല്ലേ? അപ്പോൾ അതിന് ഉതകുന്ന ആ പ്രൊമിനന്റ് ആയിട്ടുള്ള ആ പ്രോസസ്സ് ജപയജ്ഞയാണ്. അപ്പോൾ ഐ ആം ദ ചാനിങ് ഓഫ് ദ ഹോളി നെയിംസ് ജപ. അതാണ് യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് പറയുന്നത്. എല്ലാ യജ്ഞങ്ങളിലും ജപ. ആൻഡ് ഓഫ് ഇമൂവബിൾ തിങ്സ്, ഐ ആം ദ ഹിമാലയസ്. അതായത് നമുക്കറിയാം ഹിമാലയം റേഞ്ച് ഓഫ് മൗണ്ടൻസ് വളരെ ഫേമസ് ആണ്. കൈലാഷ്, ഹിമാലയത്തിൽ അല്ലേ? കൈലാശനാഥൻ ആരാണ്? ശിവഭഗവാൻ. അതും ആരാണ്? ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. So Brahma, the first living creature within the universe, created several suns for the propagation of various kinds of species. Among these suns, Bhrigu is the most powerful sage. ബ്രഹ്മാവ് ആദ്യം ഒരുപാട് പ്രജനെ സൃഷ്ടിച്ചു. ആ ബ്രഹ്മാവിന്റെ സൃഷ്ടി നമ്മളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സമയത്തുള്ള സൃഷ്ടി പോലെയല്ല. അതായത് മെയിൽ ഫീമെയിൽ യൂണിയൻ കൂടെ അല്ല. ബ്രഹ്മാവിന്റെ പല അംഗങ്ങളിൽ നിന്നും മൈൻഡിൽ നിന്നും ഡെലിബറേഷനിൽ നിന്നാണ് പല സൃഷ്ടിയും. അപ്പൊ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട സപ്ത ഋഷികളുണ്ട് അല്ലേ? അങ്ങനത്തെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൃഗു ആണ് പറയുന്നത്. സെവറൽ സൺസ്, ഒരുപാട് മക്കളുണ്ടാക്കിയിട്ടുണ്ട്. ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് വേരിയസ് കൈൻഡ്സ് ഓഫ് സ്പീഷീസ്. എമംഗ് ദീസ് സൺസ് ഭൃഗു ഇസ് ദ മോസ്റ്റ് പവർഫുൾ സേജ്. നമുക്കറിയാം ഭഗവാനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് പരമേശ്വരൻ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൃഗുമുനി പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി, ശിവഭഗവാന്റെ അടുത്ത് പോയി, വിഷ്ണുവിൻ്റെ അടുത്ത് പോയി. ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് തൻ്റെ സ്വന്തം അച്ഛനാണ്, അതായത് റെസ്പെക്റ്റ് ആദരിച്ചില്ല. ബ്രഹ്മാവിന് വളരെ വിഷമം തോന്നി. കാരണം സ്വന്തം മകൻ വന്നാൽ അച്ഛനോട് ആദരവോടുകൂടി പെരുമാറണ്ടേ? ദേഷ്യം വന്നു. ശിവഭഗവാന്റെ അടുത്ത് പോയി, അവിടെയും അതേപോലെ വില കൊടുത്തില്ല. ശിവഭഗവാന് ദേഷ്യം വന്നു. വിഷ്ണുവിൻ്റെ അവിടുത്തെ പോയി. വിഷ്ണുവിൻ്റെ അവിടെ പോയിട്ട് അനാദരവ് കാണിച്ചത് മാത്രമല്ല, എന്ത് ചെയ്തു? വക്ഷസ്ഥലത്ത് ചവിട്ടി. വിഷ്ണു എന്താ, അയ്യോ അങ്ങയുടെ കാലിന് എന്തെങ്കിലും വേദനിച്ചോ? എൻ്റെ ഇത്രയും അതായത് കല്ല് പോലുള്ള ആ ചെസ്റ്റിൽ കൊണ്ടപ്പോൾ കാലിന് വല്ലതും എന്തായാലും ബുദ്ധിമുട്ട് തോന്നിയോ? അതിന് അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക ചെയ്തത്. വളരെ കാമായിട്ട് വിഷ്ണു ഭഗവാൻ ഒരു ദേഷ്യം വന്നില്ല. മറ്റു രണ്ടുപേർക്കും ദേഷ്യം വന്നു. അപ്പൊ ഭൃഗുമുനിക്ക് മനസ്സിലായി ആരാണ് പരമേശ്വരൻ അല്ലേ? അങ്ങനെ സ്റ്റോറി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭൃഗുമുനി ഇവർ 3 പേരും ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി വിഷ്ണു ആണ് പരമേശ്വരൻ. അപ്പൊ ആ ഭൃഗുമുനിയാണത്, അത് ബ്രഹ്മാവിന്റെ മകനാണ്. സോ among these sons, Bhrigu is the most powerful sage for all the transcendental vibrations. Omkara represent Krishna. So Om അത് ഭഗവാന്റെ തന്നെ സൗണ്ട് വൈബ്രേഷൻ ആണ്. എന്താണ് പറയാ? ഇപ്പൊ ഓം എന്നത് ഭഗവാന്റെ ഒരു സെക്കൻഡറി, അതായത് ഗൗണനാം എന്നുള്ള കാറ്റഗറിയിൽ ഭഗവാന് 2 തരത്തിലുള്ള പേരുണ്ട്. മുഖ്യനാം, ഗൗണനാം. മുഖ്യനാം എന്താ? ഭഗവാന്റെ ഭക്തന്മാരും ഭഗവാന്റെ ലീലകളെയും സംബന്ധിച്ചിട്ടുള്ള പേരുകൾ.
Okay, ദാമോദർ എന്താണ്? അത് ഗൗണനാമം. കാരണം ഭഗവാന്റെ ദാമോദരയുടെ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു പേരാണ്. അല്ലെ? ഗോപീജന വല്ലഭ, രാധാ മദൻ മോഹൻ, രാധാ ഗോവിന്ദ്, ഇതെല്ലാം ഭഗവാന്റെയും ഭഗവാന്റെ ഡിവോട്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലുള്ള പേരുകളാണ്. അതെല്ലാം ഗൗണനാം. ഓം അഹം ബ്രഹ്മാസ്മി, അല്ലെ അന്തർയാമി, സർവവ്യാപി, പരമാത്മ, ഇതെല്ലാം എന്താണ്? ഗൗണനാം, സെക്കൻഡറി നെയിംസ് ആണ്. അപ്പൊ ഈ ഓം എന്നുള്ളത് ഭഗവാന്റെ സൗണ്ട് റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഈ സൗണ്ട് ഓം എന്നുള്ളത് നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നു. Of all sacrifices, the chanting of Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. അപ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെല്ലുമ്പോൾ നമ്മൾ ഓം എന്ന് ആഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ഇൻക്ലൂഡഡ് സെപ്പറേറ്റ്. പക്ഷെ വേദിക് മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ മിക്ക വേദിക് മന്ത്രങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്ന ഓം വെച്ചിട്ടായിരിക്കും. ഇതിൽ ഓൾറെഡി ഓം ഇസ് ഇൻക്ലൂഡഡ്. അപ്പോൾ അത് സെപ്പറേറ്റ് ഓം ഹരേ കൃഷ്ണ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ചാൻഡിങ് ഓഫ് സാക്രിഫൈസസ്, എല്ലാ യജ്ഞങ്ങളും ജപയജ്ഞമാണ്. അത് ഏതാണ് ജപയജ്ഞം നമ്മൾ പറഞ്ഞിരിക്കുന്നത്? എസ്പെഷ്യലി കലികാലത്ത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഈസ് ദ പ്യൂറസ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് കൃഷ്ണ. Sometimes animal sacrifices are recommended, but in the sacrifice of Hare Krishna, there is no question of violence. അപ്പോൾ അശ്വമേധ യജ്ഞ, ഗോയജ്ഞ, ഈ യജ്ഞ, ഒരുപാട് യജ്ഞങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ ചിലതിലൊക്കെ അനിമൽ സാക്രിഫൈസ് ഉണ്ട്, അവിടെ വയലൻസ് ഉണ്ട്. പക്ഷെ ആ വയലൻസും അതായത് യുഗത്തിൽ അത് അപ്ലിക്കബിൾ ആണ്. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ യജ്ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഇന്നത്തെ കലികാലത്ത് അത് പറഞ്ഞിരിക്കുന്ന യജ്ഞ ഭഗവാന്റെ നാമം ജപിക്കുക, അതാണ് യജ്ഞം. ബട്ട് ഇൻ ദ സാക്രിഫൈസ് ഓഫ് ഹരേ കൃഷ്ണ there is no question of violence. It is the simplest and purest. Whatever is sublime in the words is a representation of Krishna. Whatever is sublime, ഏറ്റവും ടോപ്പ് മോസ്റ്റ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണന്റെ റെപ്രസെന്റേഷൻ ആണ്. Therefore, the Himalayas, the greatest mountains in the world, also represent him. The mountain named Meru was mentioned in the previous verse, but Meru is sometimes movable, whereas the Himalayas are never movable. Thus, the Himalayas are greater than Meru. അപ്പൊ എന്താണ് വെച്ചാൽ ഇത് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ആണ്. Okay, the mountain named Meru, that's only one, and it is sometimes moved. നമുക്കറിയാം, നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൗണ്ടൻ യൂസ് ടു ഫ്ലൈ. കേട്ടിട്ടുണ്ടോ? പർവ്വതങ്ങളെ ഫ്ലൈ ചെയ്യുമായിരുന്നു. പിന്നെ ഇന്ദ്രനാണ് അവരുടെ ചിറക് വെട്ടിയത്. അതിൽ ഇതുണ്ട്. അപ്പൊ ഇന്ദ്രനാണ് അവരുടെ ചിറക് വെട്ടിയ കാരണം പിന്നെ മൂവ് ചെയ്തായിരുന്നു. സോ അത് എന്തായി? ഇമ്മൂവബിളായി ഒരു സ്ഥലത്ത് തന്നെ. മുമ്പ് പർവ്വതങ്ങളും മൂവ് ചെയ്തിരുന്നു പറയുന്നത്. സോ പർവ്വതം ഇപ്പോൾ ഹിമാലയത്തിന്റെ ആരാണ് അധിപൻ? പേഴ്സണാലിറ്റിയാണ് ലോർഡ് ശിവ. അല്ലേ? സോ ഈസ് ആൾസോ പേഴ്സണാലിറ്റി. മുമ്പേ മൗണ്ടൻസ് യൂസ് ടു മൂവ്, യൂസ് ടു ഫ്ലൈ എന്ന് പറയുന്നു. So the mountain named Meru was mentioned in the previous verse, but Meru is sometimes movable. ഇവിടെ immovable Himalayan, its ranges, mountain ranges, whereas the Himalayas are never movable. Thus, the Himalayas are greater than Meru. എന്നാണ് പറയുന്നത്. So, എന്തെങ്കിലും ഇതിൽ ഇല്ലെങ്കിൽ ഒരു ശ്ലോകം കൂടി എടുക്കാം. Text 26. അശ്വത്ഥാ സർവവൃക്ഷാണാം ദേവർഷിണാം ച നാരദാം ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി. അശ്വത്ഥാ സർവവൃക്ഷാണാം ദേവർഷിണാം ച നാരദാം ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി. ഓക്കെ, സുജയ പ്രഭു. അശ്വത്ഥാ സർവവൃക്ഷാനാം ദേവർഷിണാം ച നാരദ ഗന്ധർവാനാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി. ഹരേ കൃഷ്ണ. ശാന്തരൂപ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അശ്വത്ഥാ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദാം
ഗന്ധർവാനാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി. ഹരേ കൃഷ്ണ. Okay, very good. Babita Mataji. Hare Krishna. Excellent. सर्ववृक्षाणां देवर्षीणां च नारदा गन्धर्वाणां चित्ररथा सिद्धानां कपिलो मुनि. Very good. Rupeshri Matajiന്റെ translation. വൃക്ഷങ്ങളിൽ അശ്വത്ഥവും ദേവർഷിമാരിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും യോഗസിദ്ധി നേടിയവരിൽ കപിലമുനിയും ഞാനാണ്. Very good. Of all the trees, I am the banyan tree, and of the sages among the demigods, I am Narada. Of the Gandharvas, I am Chitraratha, and among perfected beings, I am the sage Kapila. അപ്പോ വൃക്ഷങ്ങളില് ആൽമരം അല്ലെ, അശ്വത്ഥം. എന്താണ് ഏതിലാണ് അശ്വത്ഥത്തിനെ പറ്റി പറയുന്നത്? 15th chapter. യെസ്, എന്താണ് പറയൂ? തലതിരിഞ്ഞ അശ്വത്ഥം. ഇൻവെർട്ടഡ് റിഫ്ലക്ഷൻ. First Yes. വരി. എന്താണ് ശ്ലോകം? എന്താണ് ശ്ലോകം? അശ്വത്ഥം പ്രാഹുർ. 2-3 ശ്ലോകങ്ങളിൽ പറയണില്ലേ പ്രഭു? അശ്വത്ഥം പ്രാഹുരഭി. ചന്ദാംസി എസ് പറഞ്ഞാനി അശ്വത്ഥം അല്ലെ? പ്രാഹുരഭി. അത് രണ്ടാമത്തെ ശ്ലോകം നോക്കട്ടെ. മറന്നു പോയി. ഊർധമൂലം ശ്രീ ഭഗവാൻ. ഊർധമൂലം മദാശാഹം അശ്വത്ഥം പ്രാഹുരഭ്യം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത്. അപ്പോ ആ അശ്വത്ഥം അത് എന്താണ് ഇവിടെ തലകീഴായിട്ട് കാണുന്നു അല്ലെ? കാരണം സ്പിരിച്വൽ വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണ് മെറ്റീരിയൽ വേൾഡ്. അപ്പൊ റൂട്ട്സ് മുകളിലും ബ്രാഞ്ചസ് താഴെയാണ്. അതിന്റെ റിഫ്ലക്ഷൻ, പെർവേർട്ടഡ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇവിടെ എല്ലാ വൃക്ഷങ്ങളിലും ഞാനാണ് ബനിയൻ ട്രീ, അശ്വത്ഥം. ഓഫ് ദ സേജസ് എമംഗ് ഡെമി ഗോഡ്സ്. ഓക്കെ, സേജസിൽ ഇവിടെ നാരദ മഹർഷി, അദ്ദേഹം എസ്പെഷ്യലി ഭക്തനാണ്, ശുദ്ധ ഭക്തനാണ്. ആൻഡ് ഓഫ് ദ ഗന്ധർവാസ് ഐ എം ചിത്രരഥ. ഗന്ധർവന്മാരിലെ ചിത്രരഥ. ഗന്ധർവന്മാരുടെ എന്താണ്? അവരെ ഭഗവാനെ സ്തുതിക്കുന്ന, അതിന്റെ അവര് ഗന്ധർവന്മാർ പറയുമ്പോൾ ഗാനഗന്ധർവ എന്ന് പറയില്ല, പാട്ടില് അല്ലെ, മ്യൂസിക്കും പാട്ടിലും അതിലെ നിപുണന്മാരാണ്. ആൻഡ് അമംഗ് പെർഫെക്റ്റഡ് ബീങ്സ് ഐ എം സേജ് കപില. കപിലമുനി. ആരാണ് കപിലമുനി? കപിലദേവൻ ആരാണ്? കർദമമുനി ദേവഹൂതിയുടെ മോൻ. ഭഗവാന്റെ ഭഗവാന്റെ അവതാരം. So the banyan tree Ashwatha is one of the big, highest and most beautiful trees, and people in India often worship it as one of their daily morning rituals. Okay, among the ഏതൊരു ക്ഷേത്രങ്ങളിലും ഒരു ആൽമരം ഉണ്ടായിരിക്കും നമ്മുടെ, എസ്പെഷ്യലി കേരളത്തിൽ അല്ലേ? അതില്ലാത്ത ക്ഷേത്രങ്ങൾ കുറവായിരിക്കും. നിങ്ങൾക്ക് ഒരു കുളം, ഒരു ആൽമരം, ഇതൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇതൊക്കെ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അത്യാവശ്യമാണ്. നമ്മൾ അതിനെ വലം വയ്ക്കും. അതിന് അത്രയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ആദരവ് ചെയ്യുന്നുണ്ട്. Amongst the demigods, they also worship Narada, who is considered the greatest devotee in the universe. ഏറ്റവും ശുദ്ധഭക്തൻ നമ്മുടെ നാരദ മഹർഷി ഇപ്പോഴും ഉണ്ട് അവിടെ, എപ്പോ ആണെങ്കിലും വരും. നമുക്ക് കാണാൻ പറ്റില്ല. നാരദനുണ്ട്, അതേപോലെ ഹനുമാനുണ്ട്. ഹനുമാൻ ഇപ്പോഴും ഉണ്ട്, ചിരഞ്ജീവിയാണ്. വിഭീഷണനുണ്ട്. അതൊക്കെ ഭഗവാന്റെ ഭക്തന്മാരാ. അല്ല, ഏറ്റവും ടോപ്പ് ആരാണ്? ഇവിടെ നാരദനെ പറയുന്നത്. Thus he is the representation of Krishna as a devotee. The Gandharva planet is filled with entities who sing beautifully, and among them the best singer is Chitraratha. ആണ് ചിത്രരഥന്റെ പേര്. Amongst the perfect living entities, Kapila, the son of Devahuti, is a representative of Krishna. He is considered as an incarnation of Krishna, and his philosophy is mentioned in the Srimad Bhagavatam. എന്ത് ഫിലോസഫിയാണ് കപിലദേവൻ നമുക്ക് തന്നിരിക്കുന്നത്? സാഖ്യ സിദ്ധാന്തം. സാഖ്യ. ഓക്കെ, സാഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവും സാഖ്യ എന്ന് പറഞ്ഞത് എവിടെ? സംഖ്യ.
സംഖ്യ ആ അതിൽ നിന്ന് വന്നാണ് സാഖ്യ. അതായത് കണക്ക്. എന്താണ് ഇവിടെ കണക്ക്? മെറ്റീരിയൽ എലിമെന്റ്സ്. അപ്പൊ 24 തത്വങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമി, ആപോ, അനലോ, വായു. അതായത് 5 ഗ്രോസ് എലിമെന്റ്സ്, 5 സെൻസസ്, 5 സെൻസ് ഒബ്ജക്ട്സ്, അല്ലേ? പിന്നെ 3 സട്ടിൽ എലിമെന്റ്സ്, വർക്കിംഗ് സെൻസസ്, വർക്കിംഗ് സെൻസ്, എല്ലാം കൂടി 24 ഐറ്റംസ് ആണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് നോട്ട് ദിസ്, നോട്ട് ദിസ്, നോട്ട് ദിസ്, നോട്ട് ദിസ്. ഇതല്ല നമ്മള് ഇതാണ് അനാലിറ്റിക്കൽ സ്റ്റഡിയാണ്, അനലൈസ് ചെയ്യാണ്. അപ്പൊ ഈ 24 മെറ്റീരിയൽ നമ്മളൊന്നുമല്ല. ഇതെല്ലാം എന്താണ്? ടെമ്പററി ആണ്, പെരിഷബിൾ ആണ്. നമ്മൾ ആത്മാവ് എന്നുള്ള ആ തലത്തിലേക്കുള്ള വിദ്യ കൊണ്ടുവരികയാണ് കപില മഹർഷി ചെയ്യുന്നത്. കാരണം അനലൈസ് ചെയ്യണം ഓരോ എലിമെന്റ്സിനെയും, ഈ ഭൗതിക ലോകത്തിലെ 24 പ്രധാനപ്പെട്ട എലിമെന്റ്സിനെയും അനലൈസ് ചെയ്തിട്ട് ഇതൊന്നും ഞാനല്ല, ഇതൊന്നും ഞാനല്ല, ഞാനാണ്, ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഫിലോസഫിയാണ് സാഖ്യ ഫിലോസഫി. അത് കപിലദേവൻ സ്വയം ഭഗവാന്റെ ഇൻകാർണേഷനാണ്, ദേവതയുടെയും കർദമനുടെയും മകനായിട്ട് വന്നത്. അതേ സമയത്ത് തന്നെ ഒരു ഏത്തിസ്റ്റിക് കപിലയുണ്ട്. അതായിട്ട് ഈ കപില മഹർഷി നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതൊരു ഏത്തിസ്റ്റിക് കപിലയാണ്. സോ ലേറ്റർ ഓൺ അനദർ കപില ബിക്കെയിം ഫേമസ്. അതാണ് ഇവിടെ പ്രഭാത് പറയുന്നത്. ലേറ്റർ ഓൺ അനദർ കപില ബിക്കെയിം ഫേമസ്, ബട്ട് ഈസ് ഫിലോസഫി വാസ് ഏത്തിസ്റ്റിക്. Thus, there is a gulf of difference between them. നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഏത്തിസ്റ്റിക് കപില അല്ല അവിടെ പറയുന്നത്. ഭഗവാന്റെ ഇൻകാർണേഷൻ ആയിട്ടുള്ള കപില മഹർഷി ദേവതയുടെയും കർദമരുടെയും മകനായിട്ടുള്ള ആ കപിലിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പ്രഭാത എടുത്തു പറയണം, നമുക്ക് നമ്മളുടെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച पतितानां पावनेभ्यो वैष्णवेभ्यो नमो। अनंत कोटि वैष्णव की जय। श्रील प्रभुपाद की जय। गुरु महाराज की जय। गो प्रेमानंदे। हरि हरि। हरि हरि। हरे कृष्णा।